നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സൈൻ നദീതീരത്ത് വിസ്മയ കാഴ്ചകൾ ഒരുക്കി പാരീസ് ഒളിമ്പിക്സിന് തുടക്കം. പ്രൗഢഗംഭീരമായ ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ആദ്യമെത്തിയത് ഗ്രീക്ക് ടീമായിരുന്നു. ഒളിമ്പിക്സ് ദീപശിഖയെ ഫ്രാൻസിൻ്റെ പതാകയുടെ നിറത്തിലുള്ള വർണ്ണക്കാഴ്ചയൊരുക്കിയാണ് സ്വീകരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ് തുടങ്ങിയ നിരവധി പ്രമുഖർ അണിനിരന്ന ഉദ്ഘാടന ചടങ്ങിൽ സെൻ നദിയിലൂടെ ഒഴുകി വന്ന 80 ബോട്ടുകളിൽ കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. ബാഡ്മിൻ്റൺ താരം പി സിന്ധുവും അചന്ത ശരത് കമലും ഇന്ത്യൻ പതാകയേന്തിയ ചടങ്ങിൽ 12 വിഭാഗങ്ങളിൽ നിന്നായി 78 പേരെ അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യൻ താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള നൗക സെൻ നദിയിലൂടെ കടന്നുപോയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുതുക്കിയ നീറ്റ് UG റാങ്ക് പട്ടിക NTA പ്രസിദ്ധീകരിച്ചു. ഒരു മലയാളി അടക്കം 17 പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത്. കണ്ണൂർ പള്ളിക്കര പൊടിക്കുണ്ട് സ്വദേശി ശ്രീനന്ദ് ശർമിളയാണ് ഒന്നാം റാങ്ക് നേടിയ മലയാളി. ആദ്യ ഫലം വന്നപ്പോൾ ഒന്നാം റാങ്ക് നേടിയ 67 പേരിൽ 4 മലയാളികളാണ് ഉണ്ടായിരുന്നത്. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് പുതുക്കി പ്രസിദ്ധീകരിച്ച പട്ടിക വന്നതോടെ 16,000 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനത്തിനുള്ള അവസരം ഇല്ലാതായി. കർണാടക ഷിരൂരിൽ മണ്ണിടിഞ്ഞ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിൽ പ്രതിരോധ മന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരമായി കൂടുതൽ സഹായം എത്തിക്കണമെന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ വിന്യസിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേവിയുടെ അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കണം. സദേൺ, ഈസ്റ്റേൺ നേവൽ കമാൻഡുകളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം കർണാടകവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും കൂടുതൽ വിദഗ്ധരും ഉപകരണങ്ങളും രക്ഷാദൗത്യത്തെ വലിയ തോതിൽ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ സിഗ്നൽ ഉണ്ടെന്ന് ഉറപ്പിച്ച ആദ്യ ഭാഗത്ത് ഇറങ്ങുന്നതിനാണ് ആദ്യ പരിഗണനയെന്ന് സൈന്യം. സോണാർ, റഡാർ, ഐബോർഡ് എന്നീ പരിശോധനകൾ കിട്ടിയ സിഗ്നൽ ലഭിച്ച സ്ഥലത്താകും പരിശോധന. പുതിയ പോയിന്റിന് പഴയ പോയിന്റുകളേക്കാൾ കൂടുതൽ സാധ്യത കൽപ്പിക്കാൻ കഴിയില്ലെന്നും സൈന്യം പറയുന്നു. അർജുനെ കണ്ടെത്താൻ തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ ഷിരൂരിൽ എത്തിക്കുന്നു. മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്ന സഹായകമാകുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പറ്റൂണുകൾ കോവയിൽ നിന്ന് ഷിരൂരിൽ എത്തിക്കുമെന്ന് കർണാടക MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തെരച്ചിൽ തുടരാൻ നാവികസേനയോട് ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാണാതായ 3 പേരെയും കണ്ടെത്താൻ ശ്രമം തുടരും. ഈ കാലാവസ്ഥയിലും എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രാൻസിന്റെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. റെയിൽവേ ലൈന് തീവെപ്പടക്കമുള്ള സംഭവങ്ങൾ നടന്നതായും ഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തിയതായും ട്രെയിൻ ഓപ്പറേറ്റർ SNCF അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ നിരവധി റൂട്ടുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും അറ്റകുറ്റപ്പണികൾക്ക് സമയമെടുക്കുമെന്നും SNCF പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് ഒരുക്കം പുരോഗമിക്കുന്നതിനിടെയുണ്ടായ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് ഫ്രഞ്ച് സർക്കാർ വീക്ഷിക്കുന്നത്. കാർഗിലിലേത് കേവലം യുദ്ധവിജയം മാത്രമല്ലെന്നും പാകിസ്ഥാൻ ചതിക്കെതിരായ വിജയമാണെന്നും കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ സ്മരണയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കില്ലെന്നും പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. അഗ്നിപഥ് പദ്ധതിയെ സേനയെ യുവത്വവൽക്കരിക്കാനാണെന്നും എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചുവെന്നും സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തതെന്നും അഗ്നിപഥ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന നീതി ആയോഗിൻ്റെ നാളത്തെ യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുമെന്ന് റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റിൽ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന കാരണത്താലാണ് ബഹിഷ്കരണം. ജൂലൈ 23 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് വിവേചനപരമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു.
നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ്. ബില്ലുകൾ തടഞ്ഞുവച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. സമാനമായ ഹർജിയിൽ പശ്ചിമ ബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ സംസാരിച്ചാൽ പിഴ ഈടാക്കാനുള്ള നടപടി അപ്രായോഗികമാണെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന സർക്കുലറാണിതെന്നും മന്ത്രി എന്ന നിലയിൽ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് സർക്കുലർ ഇറക്കിയത്. കേന്ദ്ര ബജറ്റിനെതിരെ കുറിച്ച് LDFും UDFും കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് 3000 കോടിയിലധികം രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉണ്ണാക്കനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച കെ. സുരേന്ദ്രൻ ബജറ്റിൽ തുറന്ന സംവാദത്തിന് ഇരുമുന്നണികളെയും ക്ഷണിച്ചു. കെ. മുരളീധരനെ കോൺഗ്രസ് ബലിയാടാക്കുകയാണെന്നും കെ. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും മക്കളെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും ആർക്കും എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന നേതാവാണ് കെ. മുരളീധരൻ എന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. കിഴിഞ്ഞാൻ തോട്ടിലെ മാലിന്യം എങ്ങനെ നീക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. തലസ്ഥാന നഗരം വൃത്തിയുള്ള നഗരമായിരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കനാലിൽ നിക്ഷേപിക്കുന്നത് എങ്ങനെ തടയുമെന്ന് ആലോചിക്കണമെന്നും നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഒന്നൊന്നായി പരിശോധിക്കുമെന്നും തദ്ദേശ സെക്രട്ടറിയോട് കോടതി പറഞ്ഞു. PSC പരീക്ഷയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി KSRTC. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന PSC LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ 607 സെന്ററുകളിലായി നടക്കുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്കായി KSRTC അധിക സർവീസുകൾ നടത്തും. ഈ അക്കാദമിക് വർഷത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കും. 24 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളത്താണ് നടക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.